നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഗാരോയുടെ ഒരു പേഴ്സണൽ ബ്ലെൻഡർ ആണ്. ഓൾറെഡി ഞാൻ ഈ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങി. ഈ ബോക്സിനുള്ളിൽ എന്തൊക്കെ ഐറ്റംസ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളത് ഒന്ന് കണ്ടു നോക്കാം. ബോക്സിനുള്ളിൽ 3 ജാറുകൾ ലഭിക്കുന്നുണ്ട്. 300 ml ഒരു സ്മോൾ ജാറും മീഡിയം ടൈപ്പിലുള്ള 500 ml ഒരു ജാറും 700 ml ഒരു ബിഗ് ജാറുമാണ് ലഭിക്കുന്നത്. 2 ടൈപ്പിലുള്ള ബ്ലേഡ് ബേസും ഇതിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. 4 ലീഫിന്റെ ക്രോസ് ബ്ലേഡും 2 ലീഫിന്റെ ഫ്ലാറ്റ് ബ്ലേഡുമാണ് കിട്ടിയത്. ഇതിൽ നൽകിയിരിക്കുന്ന ബ്ലേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. അതേപോലെ ജാർസ് പ്രീമിയം ക്വാളിറ്റിയിലുള്ളതുമാണ്. ഇനി ഇതിനോടൊപ്പം 3 ടൈപ്പിലുള്ള ലിഡ്സ് ലഭിക്കുന്നുണ്ട്. ഒന്ന് സോളിഡ് ലിഡ് ആണ്, മറ്റൊന്നും സ്ട്രെയിനർ ലിഡ് ആണ്, മൂന്നാമത്തെ ഇതുപോലെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലിഡ് ആണ്. ജിമ്മിലൊക്കെ പോകുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആവും. കാരണം ഇത് ബ്ലെൻഡ് ചെയ്ത് നേരെ എടുത്ത് ഇത് വെച്ച് അടച്ചുകൊണ്ടങ്ങ് പോയാൽ മതി, വേറെ കുപ്പിയിൽ ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഇതുവരെ നമ്മൾ മെയിൻ യൂണിറ്റ് പരിചയപ്പെട്ടില്ലായിരുന്നു. ഇതാണ് അഗാരോ പേഴ്സണൽ ബ്ലെൻഡറിന്റെ മെയിൻ യൂണിറ്റ്. ഇതിന്റെ ലുക്ക് ഒക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. പക്ഷേ ഇത് ഓൺ ആക്കാൻ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് എങ്ങും നൽകിയിട്ടില്ല. അപ്പൊ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം എന്തെങ്കിലും ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് നോക്കാം. ഞാൻ ഗ്രൈൻഡ് ചെയ്യാനുള്ള സാധനമൊക്കെ ആ ചെറിയ ജാറിനുള്ളിൽ ഫില്ല് ചെയ്ത് നമ്മുടെ ബ്ലേഡ് ഒക്കെ ആ ജാറിലേക്ക് പതുക്കെ കണക്ട് ചെയ്ത് ബ്ലെൻഡറിന് മുകളിൽ ജാർ വെച്ച് ക്ലോക്ക് വൈസ് ഒന്ന് തിരിക്കുക. തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഓൺ ആവും. അതായത് ക്ലോക്ക് വൈസ് തിരിക്കുന്നതാണ് ഇതിന്റെ ഓൺ സ്വിച്ച് എന്ന് പറയുന്നത്. ഇനി ഓഫ് ചെയ്യാനായിട്ട് ആന്റി ക്ലോക്ക് വൈസ് തിരിക്കുക. അപ്പൊ ഇതിന്റെ ഓൺ ഓഫ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ആണ്. ഇതിൽ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ജാർ ഫിൽ ആക്കിയതിനു ശേഷം ഗ്രൈൻഡ് ചെയ്യരുത്. ഒരു പകുതി അല്ലെങ്കിൽ പകുതിയേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ഇട്ടതിന് ശേഷം ഗ്രൈൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഗ്രൈൻഡ് ചെയ്ത് കിട്ടും. അപ്പം ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മറ്റ് ബോട്ടിലുകളിലേക്ക് മാറ്റാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം നൽകിയിട്ടുള്ള ഈ സോളിഡ് ലിഡ് ഉപയോഗിച്ച് വളരെ ഭദ്രമായിട്ട് തന്നെ നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് അടച്ച് സൂക്ഷിച്ചു വെക്കാനും സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും ഒന്ന് ജ്യൂസ് ആക്കി നോക്കാം. ഞാനിവിടെ അനാറാണ് എടുത്തിരിക്കുന്നത്. ആ വലിയ ജാറിൽ കുറച്ച് അനാർ എടുത്തു, ഷുഗർ ഇട്ടു, പിന്നെ കുറച്ച് മിൽക്ക് കൂടെ അതിൽ ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം ജാറിൽ ബ്ലേഡ് കണക്ട് ചെയ്ത് നമ്മൾ ആ മുമ്പ് കാണിച്ച പോലെ തന്നെ മെഷീനിൽ കണക്ട് ചെയ്ത് ക്ലോക്ക് വൈസ് തിരിക്കുന്നു. സംഭവം വർക്ക് ആകാൻ തുടങ്ങി. സെക്കൻഡുകൾക്കുള്ളിൽ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള വർക്കുകൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു 400 വാട്ട്സിന്റെ മോട്ടർ ഇതിൽ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഏൽപ്പിക്കുന്ന വർക്ക് അത് തീർത്തു വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ജ്യൂസ് ഒക്കെ അടിച്ചു കുടിച്ചു. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബ്ലെൻഡർ വാങ്ങാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനിത് സജസ്റ്റ് ചെയ്യും. നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നല്ല രീതിയിലുള്ള പെർഫോമൻസും ഇതിനുള്ളിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പ്രൈസ് എത്രയാണെന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു വീഡിയോ 6 മാസത്തിന് ശേഷമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ കാണുന്ന പ്രൈസ് ആയിരിക്കത്തില്ല ഈ ഒരു പ്രോഡക്റ്റിന്. ഒരുപക്ഷെ പ്രൈസ് കൂടാനും കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനനുസരിച്ച് പ്രൈസിൽ വേരിയേഷൻ നിങ്ങൾ മാനേജ് ചെയ്തോളുക. പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് വാഷ് ചെയ്യണമല്ലോ. വാഷ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഈ ബ്ലേഡ് നമുക്ക് ഇതേപോലെ പ്രസ് ചെയ്ത് ഇതിന്റെ ബേസിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ റിമൂവ് ചെയ്ത് നമുക്ക് ഇതിന്റെ ബേസും ബ്ലേഡും സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യാനും പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി കാണുന്നു വരുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ളവർ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിലുള്ളവർ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ ഇതിലും നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.